നമസ്തേ. ഓം ശ്രീമാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കൊല്ലവർഷം 1200 ഇടവമാസം 7 അതായത് വൈശാഖമാസം 31 ബുധനാഴ്ചയും കൃഷ്ണപക്ഷ നവമി തിഥിയും വരുന്ന ദിവസം, ചതയം നക്ഷത്രം, ഉത്തരായന കാലം, ഗ്രീഷ്മ ഋതുവിൽ ഉദയം വരുന്നത്, അതായത് 21/5/2025 ഉദയം വരുന്നത് രാവിലെ 6:07 AM സൂര്യാസ്തമനം വരുന്നത് 6:37 PM. രാഹുകാലം 12:21 PM മുതൽ 1:55 PM വരെയും, ഗുളികകാലം 10:47 AM മുതൽ 12:21 PM വരെയും, യമകണ്ഠകാലം 7:40 AM മുതൽ 9:14 AM വരെയും, അഭിജിത്ത് മുഹൂർത്തം 11:57 AM മുതൽ 12:19 PM വരെയും, 12:23 PM മുതൽ 12:45 PM വരെയുമാണ്. ചന്ദ്രാഷ്ടമം വരുന്നത് കർക്കിടകം രാശിക്കാർക്ക്. ബുധനാഴ്ചയായതുകൊണ്ട്, പ്രത്യേകിച്ച് നവമി തിഥിയുമൊക്കെ ആയതുകൊണ്ട്, കഴിയുന്നതും മൂകാംബിക ദേവിയെ പ്രാർത്ഥിക്കുന്നത്, അതായത് ജ്ഞാനസ്വരൂപിണിയായ സരസ്വതി ദേവിയെ പ്രാർത്ഥിക്കുന്നത്, ശ്രീകൃഷ്ണസ്വാമിയെയും ശ്രീ രാമസ്വാമിയൊക്കെ പ്രാർത്ഥിക്കുന്നത്, അതായത് മഹാവിഷ്ണുവിൻ്റെ അവതാരമൂർത്തികളെ പ്രാർത്ഥിക്കുന്നതൊക്കെ എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിർത്തി തരുന്നതിന് സഹായകമാകും. എല്ലാവിധ ലൗകിക സുഖങ്ങളും ലഭിക്കുന്നതിന്, ജ്ഞാനം ലഭിക്കുന്നതിനൊക്കെ നമുക്ക് മൂകാംബിക ദേവി അമ്മയെയും അതുപോലെ തന്നെ ശ്രീകൃഷ്ണസ്വാമിയെയും പ്രാർത്ഥിക്കാം. ഇങ്ങനെ സ്കൂളൊക്കെ തുറക്കാറായ സമയത്ത് പുതിയ കോഴ്സിനൊക്കെ ചേരാൻ ആഗ്രഹിക്കുന്നവരൊക്കെ വിദ്യാഗോപാല മന്ത്രാർച്ചന, സരസ്വത മന്ത്രാർച്ചന, അതുപോലെ തന്നെ രാജഗോപാല മന്ത്ര അർച്ചനയൊക്കെ ചെയ്യുന്നത്, നമുക്ക് നാമമൊക്കെ ചെല്ലുന്നത്, ശ്രീകൃഷ്ണസ്വാമിയുടെ ഗുരുവായൂരപ്പൻ്റെയൊക്കെ കീർത്തനങ്ങളൊക്കെ ആലപിക്കുന്നതിനൊക്കെ പറ്റിയ ദിവസമാണ്. അതുപോലെ തന്നെ ചെറുപയർ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത്, ചെറുപയർ ദാനം ചെയ്യുന്നത്, മൂകാംബി ദേവിയുടെ സ്തുതികൾ, പഞ്ചരത്ന സ്തോത്രമായ ഓം മൂലാംബോരിഹ മധ്യകോണ വിലസദ്ബിന്ദൂകരാഹോജ്വലാം ജ്വാലാജ്വാലജിതേന്ദുകാന്തിലഹരീം ആനന്ദസന്ദായിനീം ഹേലാലാളിത നീലകുന്തളധരി നീലോത്തരീയാം ശുഗാം കൊല്ലൂരദ്രിനിവാസിനീം ഭഗവതീം ധ്യായാമി മൂകാംബിക. അതായത് അമ്മയുടെ ഈ പഞ്ചരത്ന സ്തോത്രം ജപിച്ചു കഴിഞ്ഞാൽ എല്ലാ വിദ്യാ തടസ്സങ്ങളും മാറുമെന്നാണ് പറയുന്നത്. പഠനത്തിൽ പിന്നോക്കം പോകുന്ന കുട്ടികൾ ഈ കീർത്തനം ദിവസവും, പഞ്ചരത്ന സ്തോത്രമാണ്, അത് ജപിക്കുന്നത് നല്ലതാണ്. അംബിക അനാദിനാശ്വാരൂഢ അപരാജിത എന്നുള്ള 2 ശ്ലോകം പറയുന്നത് നല്ലതാണ്. കോൺഫിഡൻസ് ഒക്കെ വർദ്ധിക്കുന്നതിന്, വിദ്യാപരമായ കഴിവുകളെല്ലാം നമ്മളുടെ വാക്മണ്ഡലത്തിലൊക്കെ, നമുക്ക് ഇങ്ങനെ പ്രസംഗിക്കാനൊക്കെ കഴിവില്ലാത്തവർക്ക് പ്രസംഗിക്കുവാൻ, സഭയെ നേരിടുവാൻ, സഭാകമ്പമുള്ളവർക്കൊക്കെ ഈ അമ്മയുടെ ഈ ശ്ലോകം ചൊല്ലിയാൽ, ശ്രീകൃഷ്ണ ഭഗവാനെ, ശ്രീരാമസ്വാമിയെ സ്തുതിച്ചുകൊണ്ട് ഹരേ രാമ ഹരേ കൃഷ്ണ ജപിക്കുകയൊക്കെ ചെയ്താൽ എല്ലാവിധ ഐശ്വര്യവും വന്നു ചേരുമെന്നാണ് വിശ്വാസം. എന്തായാലും ബുധനാഴ്ചയായിട്ട് ചെറുപയറോ പച്ചയോ നിറത്തിലുള്ള, തുളസി നിറത്തിലൊക്കെയുള്ള വസ്ത്രം ധരിക്കുന്നത്, തുളസി ദളം ഭഗവാന് സമർപ്പിക്കുന്നതൊക്കെ വളരെ ഐശ്വര്യം തന്നെയാണ്. ഇനി ഈ ദിവസം കർക്കിടകം രാശിക്കാർക്കാണ് ചന്ദ്രാഷ്ടമം വന്നിരിക്കുന്നത്. ഇത് ഗ്രഹനിലയാണെങ്കിൽ സൂര്യൻ ഇടവത്തിലാണ്, ഉദയവും വന്നിരിക്കുന്നത് ഇടവത്തിൽ തന്നെയാണ്. ചന്ദ്രൻ വന്നിരിക്കുന്നത് കുംഭൻ രാശിയിലാണ്. അതുപോലെ തന്നെ ചന്ദ്രൻ കുംഭൻ രാശിയിൽ, ചൊവ്വ കർക്കിടകൻ രാശിയിൽ, ബുധൻ മേടത്തിൽ, ഗുരു മിഥുനത്തിൽ, ശുക്രനും മന്ദനും പിന്നെ മീനത്തിൽ, സർപ്പിയും കുംഭത്തിൽ, കേതു
ചിങ്ങത്തിൽ, ഗുളികോദയമാവട്ടെ കർക്കിടകൻ രാശിയിലുമാണ്. അപ്പം അതിനനുസരിച്ചിട്ട് ഈ ഗ്രഹങ്ങൾ 27 ഗ്രഹങ്ങളുടെ ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ചിട്ട് 27 നക്ഷത്രക്കാർക്കും എന്തൊക്കെയാണ് ഗുണഫലങ്ങളെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുകയാണ്. എന്തെങ്കിലും കുറവുകളോ ദോഷങ്ങളോ ഉണ്ടെങ്കിൽ പ്രാർത്ഥനയിലൂടെ പരിഹരിക്കാം. അതുകൊണ്ട് തന്നെ എല്ലാവരും നമുക്കൊന്ന് രാശിഫലത്തിലേക്ക് ശ്രദ്ധിക്കാം. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഹിതകരമല്ലാത്ത എന്തെങ്കിലും വാർത്തയൊക്കെ കേൾക്കുവാൻ ഇടയാവും. ഒന്നാമത് രാശിയാധിപനായ ചൊവ്വ 4-ാമിടത്ത് നീചരാശിയിലാണ് നിൽക്കുന്നത്. അതിൻ്റെ കൂടെ ഗുളികൻ കൂടി നിൽക്കുന്നത് കൊണ്ട് അല്പം കുടുംബത്തിൽ അസ്വസ്ഥയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. വ്യാഴമാണെങ്കിൽ 3-ാം ഭാവത്തിൽ നിൽക്കുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ട് അല്പം ബുദ്ധിമുട്ടുണ്ടെങ്കിലും 12-ൽ ശനി നിൽക്കുന്നു. അത് അല്പം 7-ര ശനി ആരംഭിച്ചിട്ടുണ്ട്. അത് അല്പാധമത്തിലാണ്. ബുധനാണെങ്കിലും അവിടെ ബുധൻ മേടൻ രാശിയിൽ തന്നെ നിൽക്കുന്നത് ഒരു അനുഗ്രഹം തന്നെയാണ്. ശുക്രൻ നിൽക്കുന്നത് മീനൻ രാശിയിൽ, അത് 12-ാം ഭാവത്തിലാണെന്നേ ഉള്ളൂ. എന്നിരുന്നാലും അപ്പം ഗ്രഹസ്ഥിതി പ്രകാരം മേടൻ രാശിക്കാർക്ക് പ്രതിസന്ധികളെ അതിജീവിക്കേണ്ട ഒരു ദിവസമാണ്. അപ്പോൾ പ്രാർത്ഥനയുടെ തോത് കൂട്ടുന്നത് നന്നായിരിക്കും. ഇൻ്റർവ്യൂ, ടെസ്റ്റ് എന്നിവയിലൊക്കെ പങ്കെടുക്കുകയും ആ പങ്കെടുത്തതിനനുസരിച്ചിട്ട് നല്ല വിജയസാധ്യത ഉറപ്പുവരുത്തുന്നതിന് രാജഗോപാല മന്ത്രം, അതുപോലെ തന്നെ മൂകാംബിക സ്തുതിയൊക്കെ ജപിക്കുന്നത് നന്നായിരിക്കും. അന്യദേശത്ത് കുട്ടികളോടൊപ്പം ഒന്ന് താമസിക്കാൻ പോകാനുള്ള സാഹചര്യം വന്നു ചേരും. സഹപ്രവർത്തകരിൽ നിന്നുമൊക്കെ പ്രതികൂല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. കാരണം അങ്ങനെ സംഭവിച്ചില്ല എങ്കിൽ അത് നമ്മുടെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ടാണ് എന്ന് വിചാരിക്കുക. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, മുൻകരുതലുകൾ എടുക്കുക. അതുപോലെ തന്നെ പുതിയ എഗ്രിമെൻറ്റുകളൊക്കെ വന്നു ചേരും. എല്ലാം ആലോചിച്ച് വളരെ ഒരു വട്ടം അല്ല 2 വട്ടം ചിന്തിച്ചിട്ട് വേണം എഗ്രിമെൻറ്റുകളിലൊക്കെ സൈൻ ചെയ്യുവാനായിട്ട്. അതുപോലെ വിവാഹാദി മംഗളകാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുവാനുള്ള യോഗം കാണുന്നു. കുടുംബത്തിൽ സമൃദ്ധിയും സൗഖ്യവും ഉണ്ടാകുന്നതിന് വേണ്ടി നന്നായി പരിശ്രമിക്കും. കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അല്പം ലാഭം പ്രതീക്ഷിക്കാം. കടം കൊടുത്ത പണം തിരിച്ചു കിട്ടാതെ വിഷമിക്കേണ്ടതായ സാഹചര്യം വരും. സന്താനങ്ങളെ ചൊല്ലി മനസ്സ് വ്യാകുലപ്പെടേണ്ടത് വരും. എന്നിരുന്നാൽ പോലും താമസ സ്ഥലം തന്നെ മാറുവാനുള്ള സാഹചര്യം വന്നു ചേരും. വാഹനം ഓടിക്കുന്നവരൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ആവശ്യമാണ്. വിദേശത്തുള്ളവർക്കും പല പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കേണ്ടതായി വന്നേക്കാം. അതിഥി സൽക്കാരങ്ങളിലൊക്കെ പങ്കെടുക്കുവാൻ യോഗം കാണുന്നു. പുതിയ കർമ്മമേഖല തുറന്നു കിട്ടുമെങ്കിലും അവസാന നിമിഷം മാറിപ്പോകുവാനിടയുണ്ട്. രാശിനാഥനായ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ശ്രീകൃഷ്ണസ്വാമിയെയും ശ്രീരാമസ്വാമിയെയും മൂകാംബിക ദേവിയൊക്കെ പ്രാർത്ഥിച്ച് ദിവസം കൂടുതൽ ഐശ്വര്യപൂർണ്ണമാക്കുവാൻ ശ്രമിക്കുക. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജോലിസ്ഥലത്ത് സ്വന്തം അഭിപ്രായങ്ങൾക്ക് ആദരവും പരിഗണനയും ഒക്കെ ലഭിക്കും. എല്ലാ രംഗങ്ങളിലും ഉത്കൃഷ്ടതയോടെ പ്രവർത്തിക്കുന്നതിന് സാധിക്കും. ബിസിനസ്സിൽ അഭിവൃദ്ധിക്കിടയുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ പൊരുത്തക്കേടുകളൊക്കെ വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വിശേഷപ്പെട്ട വസ്ത്രാഭരണാദികളൊക്കെ ലഭിക്കും. ഉന്നത സ്ഥാനങ്ങളിലുള്ളവർക്ക് പല വൈഷമ്യങ്ങളും ഉണ്ടാകുവാനിടയുണ്ട്. പുതിയ സംരംഭങ്ങൾക്ക് പലവിധ തടസ്സങ്ങളൊക്കെ വരുമെങ്കിലും അവസാനം നേട്ടങ്ങൾ വന്നു ചേരും. പഴയ കടബാധ്യതകളൊക്കെ തീർക്കുന്നതിന് സാധിക്കും. അതുപോലെ തന്നെ ആഗ്രഹ നിവൃത്തിക്കായിട്ട് അവന് ഓരോരോ ആഗ്രഹങ്ങളും സാധിച്ചെടുക്കുന്നതിനായി കഠിന പ്രയത്നം ആവശ്യമായി വരും. വിവാഹ കാര്യങ്ങളിലൊക്കെ തീരുമാനമുണ്ടാകും. കലാമത്സരങ്ങളിൽ വേണ്ടത്ര ശോഭിക്കും. വാഹന വാടക ഇനത്തിലൊക്കെ അല്പം ധനം ലഭിക്കും. സന്താനങ്ങളുടെ ഉപരി വിദ്യാഭ്യാസ കാര്യത്തിനായി അന്യസ്ഥലങ്ങളിൽ പോയി താമസിക്കേണ്ടി വന്നേക്കാം. വരവിലും കവിഞ്ഞും ചിലവ് വന്നു ചേരും. വേണ്ടപ്പെട്ടവരുടെ എതിർപ്പുകൾ ഉണ്ടാകും. എന്നിരുന്നാൽ പോലും രാശിനാഥയായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം മൂകാംബിക ദേവിയെ കൂടെ പ്രാർത്ഥിച്ച് ശ്രീകൃഷ്ണ ഭഗവാന് തുളസീദളമൊക്കെ സമർപ്പിക്കുമ്പോൾ എല്ലാം ശുഭ പര്യവസാനിയായി തീരുന്നതാണ്.
മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിൽ സമൃദ്ധിയും സൗഭാഗ്യവും വന്നു ചേരും. കാർഷിക രംഗത്ത് വേണ്ടത്ര ഗുണം ലഭിക്കും. വായ്പ കൊടുത്ത പണം തിരിച്ചു കിട്ടാതെ അല്പം വിഷമം അനുഭവിച്ചാലും കുറേശ്ശെ തിരിച്ചു കിട്ടുവാനുള്ള ഒരു സാധ്യത തെളിഞ്ഞു വരും. അതുപോലെ തന്നെ വിദേശത്തുള്ളവരുടെ പ്രശ്നങ്ങളെല്ലാം ഒരുവിധം പരിഹരിക്കപ്പെടും. ബിസിനസ്സിലും ഇതര കർമ്മ മേഖലകളിലും മത്സരങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുമെങ്കിലും വേണ്ട അപ്പോൾ തന്നെ അതിന് അനുയോജ്യനായ ആരുടെയെങ്കിലും ഒരു സഹായ ഹസ്തം വന്നു ചേരുന്നതാണ്. ഏത് പ്രതിസന്ധിയിലും ദൈവത്തിൻ്റെ കയ്യൊപ്പോടുകൂടി ആരെങ്കിലും ഒരാൾ സഹായത്തിന് എത്തുമെന്നുള്ളത് ഒരു വലിയ ആശ്വാസം തന്നെയാണ്. കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരും. ഉന്നതരായ വ്യക്തികളുമായി അഭിപ്രായ ഐക്യം ഉണ്ടാകും. വിവാഹാലോചനകളിലോ നടത്തിപ്പിലോ ഒക്കെ നല്ല ഒരു ശുഭ പ്രതീക്ഷ വച്ചു പുലർത്താം. സന്താനങ്ങളെ പ്രതി മനക്ലേശങ്ങളൊക്കെ ഉണ്ടായിരുന്നതെല്ലാം മാറിക്കിട്ടും. സഹോദരങ്ങളുമായി ഉള്ള ഐക്യം തുടർന്നു കൊണ്ടുപോകും. കൂട്ടു ബിസിനസ്സിൽ പങ്കാളികൾ ഇടയ്ക്ക് വച്ച് പിന്മാറിയാൽ പുതിയ കൂട്ടുകാരെ ചേർക്കുവാനുള്ള അവസരവും വന്നു ചേരും. ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂല അവസരമാണ്. സർക്കാരിൽ നിന്ന് കിട്ടാനുള്ള രേഖകളോ ആനുകൂല്യങ്ങളോ ഒക്കെ ലഭിക്കും. രാശിനാഥയായ ശ്രീകൃഷ്ണസ്വാമി, ശ്രീരാമസ്വാമി, വിഷ്ണു ഭഗവാന്റെ അവതാരമൂർത്തികളെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ മൂകാംബിക ദേവിയെ പ്രാർത്ഥിക്കുന്നത്, ത്രിശതി ജപിക്കുന്നത്, ത്രിപുരസുന്ദരി മന്ത്രാർച്ചന നടത്തുന്നത്, വിദ്യാഗോപാലോ രാജഗോപാലോ ഒക്കെ അർച്ചന നടത്തി തുളസിമാരെയൊക്കെ ഭഗവാന് സമർപ്പിക്കുമ്പോൾ എല്ലാം ശുഭ പര്യവസാനിയായി തീരുന്നതാണ്. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തന മണ്ഡലത്തെ തൻ്റെ അധികാര പരിധിയിൽ കൊണ്ടുവരുവാനായി സാധിക്കും. സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തുള്ളവർക്ക് പുരോഗതി ലഭിക്കും. വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ ഈശ്വര അനുഗ്രഹത്താൽ സാധിച്ചു കിട്ടും. അടുത്ത ബന്ധുവിൻ്റെ സഹായ സഹകരണത്തോടെ പുതിയ കർമ്മ പദ്ധതി ആരംഭിക്കും. അധ്യാപന ജോലിയിലുള്ളവർക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരും. ജീവിത പങ്കാളിയുടെ സന്തോഷത്തിന് വേണ്ടി വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകും. സന്താനങ്ങളുടെ വിവാഹ കാര്യത്തിൽ തീരുമാനങ്ങളിൽ എത്തിച്ചേരും. സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ അല്പം നഷ്ടം വന്നാലും പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുക, ലാഭം തീർച്ചയായും ഉണ്ടാവും. ഗുണാനുഭവങ്ങൾക്കിടയിൽ തന്നെ നിർഭാഗ്യവും വന്നു ചേരുമെന്നുള്ളത് കൊണ്ട് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും. കരുതിയിരിക്കുന്നത് നന്നായിരിക്കും. കാർഷിക രംഗത്തെ കാലാവസ്ഥാ പ്രശ്നങ്ങൾ കൊണ്ട് അല്പം ചിലവ് വർദ്ധിക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ആഭരണങ്ങളുടെയും ഇലക്ട്രിക് ഉപകരണങ്ങളുടെയും വ്യാപാരമുള്ളവർക്ക് വരുമാന വർധന ഉണ്ടാവും. സംസാരത്തിൽ മിതത്വം പാലിച്ച് മാനഹാനിക്കിടവരാതെ നോക്കണം. പിതൃബന്ധുക്കളുമായുള്ള അഭിപ്രായ വ്യത്യാസമൊക്കെ മാറി എല്ലാവരുമായി സൗഹൃദത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കും. രാശിനാഥയായ ദുർഗാദേവിയെ മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുന്നത്, ത്രിശതി ജപിക്കുന്നത്, ദേവീ മഹാത്മ്യത്തിലെ പഞ്ചമാധ്യായമൊക്കെ പാരായണം ചെയ്യുമ്പോൾ എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിന്ന് കിട്ടുന്നതാണ്. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സന്താനങ്ങളെ കൊണ്ട് സന്തോഷവും സമാധാനവും ലഭിക്കുന്നതിനുള്ള സാഹചര്യം കാണുന്നു. വിദേശ യാത്രയ്ക്കുള്ള വിസയും മറ്റും ലഭിക്കും. പ്രവർത്തിക്കാതെ കിടന്നിരുന്ന സ്ഥാപനം തുറന്നു പ്രവർത്തിക്കുവാനുള്ള ശ്രമം നടക്കും. കോടതി വ്യവഹാരങ്ങളിൽ വിജയസാധ്യത കാണുന്നു. മാധ്യമ പ്രവർത്തകർക്ക് ഗുണാനുഭവങ്ങൾ വരുന്ന സമയമാണ്. വാഗ്വാദങ്ങളിൽ നിന്നും ശാരീരിക ക്ഷേമം ഏറ്റെടുക്കുവാൻ പറ്റാനുള്ള യോഗം കാണുന്നുണ്ട്. അതുകൊണ്ടൊന്ന് കരുതിയിരിക്കുക. വാക്കുകൾ വളരെ മിതമായി ഉപയോഗിക്കുക. തർക്കങ്ങളിലൊക്കെ നിന്നും വിട്ടു നിൽക്കുന്നത് നന്നായിരിക്കും. സഹായികൾ പോലും പ്രതികൂലമായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഒന്ന് അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ട്, സൂര്യഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടൊന്ന് മാറി നിൽക്കുന്നത് നന്നായിരിക്കും. കടബാധ്യതകളെ സംബന്ധിച്ച നടപടികൾ വരെ വന്നേക്കാം. ഒന്ന് കരുതിയിരിക്കുക. വർഷങ്ങളായി ഉണ്ടായിരുന്ന ജോലി മതിയാക്കി നാട്ടിലേക്ക് പോരുവാൻ ശ്രമിക്കും. ദൈവിക കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം കാണിക്കും. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂല സാഹചര്യമുണ്ടാവും. യുവജനങ്ങളുടെ വിവാഹാന്വേഷണ കാര്യത്തിലൊക്കെ ഒരു തീർപ്പുണ്ടാവുന്ന സമയമാണ്.
കാർഷിക വൃത്തിയിൽ പ്രതീക്ഷിച്ച വരുമാനം കിട്ടിയെന്ന് വരില്ല. ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം ഉണ്ടാകും. എല്ലാവിധ സൗഭാഗ്യങ്ങളും നല്ല രീതിയിൽ അനുഭവിക്കുവാൻ രാശിനാഥനായ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ത്രിപുരസുന്ദരി മന്ത്രാർച്ചന നടത്തുന്നത്, ത്രിശതി ജപിക്കുന്നത് ഒക്കെ, മൂകാംബിക ദേവി സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥനകൾ ചെയ്യുന്നതൊക്കെ വളരെ ഗുണഫലങ്ങൾ നൽകുന്നതാണ്. കന്നി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സന്താനങ്ങളെ കൊണ്ട് സന്തോഷവും സംതൃപ്തിയും മനസ്സമാധാനവും വന്നു ചേരുന്ന ദിവസമാണ്. ജോലി സംബന്ധമായി അന്യസ്ഥലത്ത് താമസിക്കുന്നവർക്ക് വീട്ടിലേക്ക് വന്നെത്തുവാനായി സാധിക്കും. പുതിയ ജോലി ഊർജ്ജസ്വലതയും കഴിവും പ്രകടിപ്പിക്കും. വിവാഹാദി മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കും. ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യുന്നവർ അല്പം ജാഗ്രത പുലർത്തുന്നതായിരിക്കും. ചെറിയ വീഴ്ചകൾക്ക് യോഗം കാണുന്നുണ്ട്. ജോലി സംബന്ധമായി കൂടുതൽ യാത്രകൾ ആവശ്യമായി വന്നേക്കാം. ഗുണാനുഭവങ്ങൾക്കിടയിൽ തന്നെ കുറച്ച് പരീക്ഷണങ്ങളെ അതിജീവിക്കേണ്ടതായി വന്നേക്കാം. ഗോഡൗണുകളിലൊക്കെ സൂക്ഷിച്ചു വച്ചിരുന്ന വിഭവങ്ങൾക്കൊക്കെ നാശം സംഭവിക്കാൻ, അഗ്നിബാധയൊക്കെ വരുവാനുള്ള സാധ്യത കാണുന്നു. ഒന്ന് കരുതിയിരിക്കുന്നത് നന്നായിരിക്കും. ജോലി സ്ഥലത്ത് സഹപ്രവർത്തകരുടെ ജോലിയും കൂടി ഏറ്റെടുത്ത് ചെയ്യേണ്ടതായി വരും. പണമിടപാടുകളിലെ വാഗ്ദാനങ്ങളൊക്കെ നിറവേറ്റുവാൻ നന്നായി പരിശ്രമിക്കും. മേലധികാരിയുടെ ഭാഗത്തു നിന്നും കുറ്റപ്പെടുത്തലുകൾ വരെ വന്നേക്കാം. പ്രവർത്തന മണ്ഡലം കൂടുതൽ വിപുലപ്പെടുത്തുവാൻ ശ്രമിക്കും. വിദ്യാഭ്യാസ രംഗത്തുള്ളവർക്ക് പുരോഗതി ദൃശ്യമാവും. വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ ദൈവാനുഗ്രഹത്താൽ നടന്നു കിട്ടും. അതിന് മറ്റുള്ളവരുടെ സഹായം കൂടി ലഭിച്ചെന്ന് വരാം. ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ സഹായത്തോടുകൂടി കാര്യങ്ങൾ ഭംഗിയായി നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കും. അതുപോലെ തന്നെ വ്യാപാരത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ വരുമ്പോഴും സഹായവുമായി ആരെങ്കിലും എത്തും. അങ്ങനെ കാര്യങ്ങൾ കുറച്ച് ഭംഗിയായി കൊണ്ടുപോകാൻ സാധിക്കും. നിയമ നടപടികൾക്ക് നോട്ടീസോ മറ്റോ കിട്ടിയെന്ന് വരാം. കരുതിയിരുന്നു കൊണ്ട് എല്ലാം സൂക്ഷ്മം നിരീക്ഷിച്ച് വളരെ ഭക്തിയോടുകൂടി ഈശ്വരാനുഗ്രഹത്താൽ എല്ലാ കാര്യങ്ങളെയും പ്രാർത്ഥന മൂലവും നമ്മളുടെ മനസ്സിൻ്റെ ധൈര്യം മൂലവും അനുകൂലമായ സഹായികളുടെ സഹായത്താൽ കാര്യങ്ങൾ ഭംഗിയാക്കി കൊണ്ടുപോകാൻ സാധിക്കും. എപ്പോഴും പ്രതീക്ഷ കൈവിടാതെ ഈശ്വരനിൽ എല്ലാം സമർപ്പിക്കൂ. എല്ലാം മംഗളമായി തന്നെ വന്നു ചേരും. തുലാരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സഹപ്രവർത്തകരുടെ ജോലി കൂടി ഏറ്റെടുത്ത് അമിത അധ്വാനം വേണ്ടി വന്നേക്കാം. വീടോ വാഹനമോ ഒക്കെ അധീനതയിൽ വന്നു ചേരുന്നതിനുള്ള യോഗം കാണുന്നു. വ്യാപാരത്തിൽ അല്പം നഷ്ടം വരുമെങ്കിൽ പോലും മറ്റ് മാർഗത്തിലൂടെ ധനം വന്നു ചേരും. ദാമ്പത്യ ജീവിതം സുഖകരമാകും. ബിസിനസ് ആദായത്തിലെത്തിക്കാൻ സാധിക്കും. ജോലിയിൽ ഓവർ ടൈമും മറ്റുമായി അധിക വേതനം ലഭിക്കും. പാലും പാലുൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട വ്യാപാരത്തിൽ നിന്നും കൂടുതൽ ധനം ലഭിക്കും. സമൂഹത്തിൽ മാന്യത നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ വിജയിക്കും. കോളേജ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ഉയർന്ന ഗ്രേഡ് ലഭിക്കും. മത്സരമുണ്ടായാലും വ്യാപാരത്തിൽ അഭിവൃദ്ധി വന്നു ചേരും. സെയിൽസിലോ അക്കൗണ്ടിങ്ങിലോ ഒക്കെ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അവരുടെ ആഗ്രഹം പൂർത്തീകരിക്കും. ആഘോഷങ്ങളിലും പൊതുപരിപാടികളിലുമൊക്കെ സജീവമായി പങ്കെടുത്ത് ഗ്രഹാന്തരീക്ഷം കൂടുതൽ ശോഭനമാക്കി തീർക്കുവാൻ സാധിക്കും. കർമ്മമേഖലയിലും തൻ്റെ കഴിവ് പ്രകടിപ്പിക്കാൻ സാധിക്കും. ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും മേലുദ്യോഗസ്ഥരുടെ അംഗീകാരവും പ്രോത്സാഹനവും ഒക്കെ ലഭിക്കുന്നതാണ്. അങ്ങനെ രാശിനാഥയായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ത്രിപുരസുന്ദരി മന്ത്രാർച്ചന കൂടി ചെയ്യുന്നത്, ത്രിശതി ജപിക്കുന്നതൊക്കെ, ശ്രീകൃഷ്ണസ്വാമിക്കും ശ്രീരാമസ്വാമിയൊക്കെ പ്രാർത്ഥിക്കുന്നത്, ഹരേ രാമ ജപിക്കുന്നതൊക്കെ ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായകമാകും. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പുതിയ അറിവുകൾ നേടുവാൻ അവസരം ലഭിക്കും.
യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നവർ പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് നന്നായിരിക്കും. സ്വഭാവദൂഷ്യം മുതലായ ആരോപണങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുന്നത് നന്നായിരിക്കും. സ്കൂള്, കോളേജ് എന്നിവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും. ജ്വല്ലറിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് മെച്ചപ്പെട്ട സമയമാണ്. ദൈവാധീന കാര്യങ്ങളിൽ പങ്കെടുക്കും. അതുപോലെ തന്നെ അവനവൻ്റെ കഴിവുകൾക്കപ്പുറമായ ചില കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുവാനും തയ്യാറാകും. ഔദ്യോഗിക രംഗത്ത് മേലധികാരികളുടെ നീരസം ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ബിസിനസ്സിൽ പ്രത്യേകിച്ച് വലിയ നേട്ടമൊന്നും ഉണ്ടാവില്ലെങ്കിലും അത് തട്ടി ഉരുട്ടി കൊണ്ടുപോകേണ്ടതായി വന്നേക്കാം. എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കുന്നത് ദോഷം ചെയ്യും. കമ്മീഷൻ ഏർപ്പാടിൽ പ്രവർത്തിക്കുന്നവർക്ക് അല്പം പുരോഗതി പ്രതീക്ഷിക്കാം. ഗായകർക്കും പ്രാസംഗികർക്കും ഒക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന സമയമാണ്. തൊഴിൽപരമായി ചില പ്രശ്നങ്ങൾ ഉണ്ടാകുവാനിടയുണ്ട്. കരാറുകളിൽ ഒപ്പുവയ്ക്കുമ്പോൾ പുനഃപരിശോധന ആവശ്യമാണ്. സന്താനങ്ങളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കും. ബിസിനസ്സിലും ഇതര കർമ്മ മേഖലകളിലും മത്സരങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായി വരും. ആയുർവേദ ചികിത്സ ചിലപ്പോൾ ആവശ്യമായി വന്നേക്കാം. കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും നിലനിർത്തിക്കൊണ്ടുപോകാൻ നന്നേ പാടുപെടേണ്ടതായി വരും. ഭദ്രകാളിയമ്മയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ത്രിപുരസുന്ദരി മന്ത്രാർച്ചന ചെയ്യുന്നത്, അതുപോലെ തന്നെ ത്രിശതി ജപിക്കുന്നത്, ലളിതാഷ്ടോത്തരമൊക്കെ ജപിക്കുമ്പോൾ എല്ലാം ശുഭമായി തീരുന്നതാണ്. ശ്രീരാമസ്വാമിയും ശ്രീകൃഷ്ണസ്വാമിയൊക്കെ സ്തുതിച്ചുകൊണ്ട് ഹരേ രാമ ഹരേ കൃഷ്ണ ജപിക്കുന്നതും നന്നായിരിക്കും. വൈശാഖ മാസം അവസാനിക്കുന്ന ഈ അവസരത്തിൽ ഹരേ രാമ മന്ത്രം 108 പ്രാവശ്യമൊക്കെ ജപിക്കുമ്പോൾ ഈശ്വരാധീനം വർദ്ധിക്കുന്നതാണ്. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൽ മാന്യത നേടിയെടുക്കുവാനുള്ള ശ്രമങ്ങൾ വിജയിക്കും. എയർഫോഴ്സിലും എയർപോർട്ടിലും ജോലി ചെയ്യുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയും. ബന്ധുക്കളിൽ നിന്നും വിമർശനം കേൾക്കേണ്ടതായി വന്നേക്കാം. ചെറുകിട കച്ചവടക്കാർക്ക് കൂടുതൽ ആദായം ലഭിക്കും. മതപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തും. പലയിടത്തു നിന്നും പണം വന്നു ചേരും. പുതിയ പദവിയോ ബഹുമതിയോ ലഭിക്കുവാൻ ഇടയുണ്ട്. മാധ്യമ പ്രവർത്തകർക്ക് അനുകൂല സമയമാണ്. പല കാര്യങ്ങളെയും ചിന്തിച്ച് മനസ്സ് അസ്വസ്ഥമാകും. ബിസിനസ്സിലോ തൊഴിലിലോ കൂടുതൽ ധനവരവുണ്ടാകും. താൽക്കാലികമായി നിയമനം ലഭിച്ചവർക്ക് സ്ഥിരീകരണം പ്രതീക്ഷിക്കാം. സംഭാഷണത്തിലെ നയശൂന്യത കൊണ്ട് വിഷമതകൾ ഉളവാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത ബന്ധുവിൻ്റെ സഹായത്തോടുകൂടി പുതിയ കർമ്മ പദ്ധതി ആരംഭിക്കും. അതിൽ അല്പം വിജയവും പ്രതീക്ഷിക്കാം. പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള പ്രവേശനം ലഭിക്കും. യുവജനങ്ങളുടെ വിവാഹാന്വേഷണ കാര്യത്തിലൊക്കെയും ഒരു തീരുമാനമുണ്ടാകുന്ന ദിവസമാണ്. എല്ലാവിധ സൗഭാഗ്യങ്ങളും സമയബന്ധിതമായി അനുഭവിക്കുന്നതിന് രാശിനാഥനായ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം മൂകാംബിക ദേവിയുടെ അനുഗ്രഹം കൂടി ഉണ്ടാകുമ്പോൾ ഹരേ രാമ ഹരേ കൃഷ്ണ ജപിക്കുമ്പോൾ മൂകാംബിക സ്തുതികളൊക്കെ ആലപിക്കുമ്പോൾ എല്ലാം മംഗളമായി തന്നെ ഭവിക്കുന്നതാണ്. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കോടതി വ്യവഹാരങ്ങളിലൊക്കെ വിജയസാധ്യതയുണ്ട്. മാധ്യമ പ്രവർത്തകർക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കും. വാഗ്വാദങ്ങളിൽ നിന്നും പരിക്ക് പറ്റുവാനിടയുള്ളത് കൊണ്ട് ഒന്ന് കരുതിയിരിക്കുന്നത് നന്നായിരിക്കും. അതിനൊക്കെ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മാറി നിൽക്കുന്നത് നന്നായിരിക്കും. കടബാധ്യതകളെ സംബന്ധിച്ചിട്ടുള്ള ചില പ്രതിസന്ധികളൊക്കെ അതിജീവിക്കേണ്ടതായി വന്നേക്കാം. പോലീസ് സ്റ്റേഷനിൽ നിന്നൊക്കെ അന്വേഷണമൊക്കെ വന്നു ചേരാം. പ്രവർത്തന മേഖലയിലാണെങ്കിൽ പുതിയ ആശയങ്ങൾ നടപ്പിലാക്കുവാനുള്ള യോഗം കാണുന്നു. പോലീസ്, പട്ടാള വിഭാഗങ്ങളിലുള്ളവർക്ക് അംഗീകാരവും അനുമോദനവും ഒക്കെ ലഭിക്കുന്നതാണ്. തൻ്റെ കാര്യം നോക്കാൻ ആരുമില്ലെന്ന അവസ്ഥ ഉണ്ടാകും. കുറഞ്ഞു തുടങ്ങിയ രോഗം വീണ്ടും ശല്യം ചെയ്യാൻ തുടങ്ങും. സിനിമ, സീരിയൽ രംഗത്തുള്ളവർക്ക് അനുകൂല സമയമാണ്. ജോലിയിൽ അലസത ഉണ്ടാകും.
പൊതുപ്രവർത്തകർക്ക് സ്വാധീനം വർദ്ധിക്കും. ഗ്രഹം നിർമ്മിക്കുകയോ മോടി പിടിപ്പിക്കുകയോ ചെയ്യും. വ്യവസായങ്ങളോ വർക്ക്ഷോപ്പുകളോ ആരംഭിക്കുവാനൊക്കെ ഇടയുണ്ട്. ഭക്ഷണ സാധനങ്ങൾ കാറ്ററിംഗ് യൂണിറ്റുമായി ബന്ധപ്പെട്ട് ലാഭം പ്രതീക്ഷിക്കാം. വാഹനത്തിൻ്റെ പേരിൽ ധനവ്യയം സംഭവിക്കും. ബിസിനസ്സിൽ ആദായം കുറയും. സൽക്കാരത്തിനും സാമൂഹ്യ പ്രവർത്തനത്തിനും വേണ്ടി സമയവും പണവും ചെലവഴിക്കും. മനക്കോട്ടകൾ പലതും പൂവണിയുന്നതായി കാണാം. അല്പം പ്രതിസന്ധികളെ അതിജീവിക്കേണ്ടി വന്നാലും മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ രാശിനാഥനായ ശനീശ്വരനെയും ധർമ്മശാസ്താവിനെയും ആഞ്ജനേയ സ്വാമിയെയും ശ്രീകൃഷ്ണസ്വാമിയും ഒക്കെ പ്രാർത്ഥിക്കുമ്പോൾ മൂകാംബി ദേവിയുടെ അനുഗ്രഹത്താൽ എല്ലാം ശുഭമായി തീരുന്നതാണ്. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിച്ച് പൂർത്തിയാക്കുവാൻ കഴിയും. പൊതുപ്രവർത്തകർക്ക് അണികളുടെ പിന്തുണയും പ്രാതിനിധ്യവും കിട്ടും. വാദ്യകലാകാരന്മാർക്കും നാടൻ കലാകാരന്മാർക്കും പ്രോത്സാഹനവും അംഗീകാരവും ലഭിക്കും. ഗ്രഹത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കും. സമയകൃത്യത പാലിക്കാൻ സാധിക്കാത്തതുകൊണ്ട് ചില അല്പസ്വല്പം നഷ്ടം വന്നേക്കാം. സ്ത്രീ ജീവനക്കാരിൽ നിന്നും തിക്താനുഭവങ്ങൾക്കിടയുണ്ട്. സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. റിയൽ എസ്റ്റേറ്റ് രംഗത്ത് പ്രതിബന്ധങ്ങൾ ഉണ്ടായേക്കാം. കലാകാരന്മാർക്ക് പുതിയ പ്രോജക്റ്റുകളിൽ നിന്ന് ധനവരവ് പ്രതീക്ഷിക്കാം. ഗവൺമെൻറ്റിൽ നിന്നുള്ള ആനുകൂല്യത്തിൽ കാലതാമസം അനുഭവപ്പെട്ടേക്കാം. ബന്ധുജനങ്ങൾ മുഖേന അനാവശ്യ ചിലവുകളും വന്നു ചേരാം. രോഗാധിക്യവും ഉണ്ടാവാം. സന്താനങ്ങളെ കൊണ്ട് മനസ്സമാധാനം ലഭിക്കും. ഏത് കാര്യത്തിൽ ഇടപെട്ടാലും കാലതാമസവും ബുദ്ധിമുട്ടുമുണ്ടെങ്കിലും അവസാനം വിജയസാധ്യത ഉറപ്പാണ്. രാഷ്ട്രീയ നേതാക്കൾക്ക് അധികാര സ്ഥാനമാനാദികൾ ലഭിക്കും. ക്ഷണിക്കപ്പെട്ട ചടങ്ങുകളിൽ ആദരിക്കപ്പെടും. മറ്റുള്ളവർ വരുത്തിവെച്ച ബാധ്യത മനസ്സിനെ അസ്വസ്ഥമാക്കുമെങ്കിലും എല്ലാം അല്പസ്വല്പമായി ചെയ്തു തീർക്കുവാൻ സാധിക്കും. അതുവഴി ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്യും. രാശിനാഥനായ വിഷ്ണുമായ സ്വാമി, കുട്ടിച്ചാത്തൻ സ്വാമി, അതുപോലെ തന്നെ കരിങ്കുട്ടി സ്വാമിയൊക്കെ പ്രാർത്ഥിക്കുന്നത്, അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കുന്നത്, ധർമ്മശാസ്താവിന് നീരാഞ്ജനം തെളിക്കുന്നത്, ശാസ്താ ഗായത്രി ജപിക്കുന്നത്, അതുപോലെ തന്നെ മൂകാംബിക ദേവിയെ സ്തുതിക്കുന്നത്, ഗണപതി ഭഗവാന് നാളികേരമൊക്കെ ഉടയ്ക്കുന്നതൊക്കെ എല്ലാവിധ കഷ്ടങ്ങളും മാറി സന്തോഷവും സമാധാനവും വന്നു ചേരുന്നതിന് സഹായകമാകും. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കർമ്മ മേഖലയിൽ നിന്ന് കൂടുതൽ വരുമാനം പ്രതീക്ഷിക്കാം. കുടുംബകാര്യങ്ങളിൽ ഒരു പ്രത്യേക താല്പര്യം വന്നു ചേരും. കേസിൽ നിന്നും വിവാദങ്ങളിൽ നിന്നുമൊക്കെ ഒഴിഞ്ഞു നിൽക്കുവാനുള്ള ഒരു ബുദ്ധി പ്രവർത്തിക്കും. സന്താനങ്ങൾക്ക് പുതിയ ജോലി ലഭിക്കുവാനുള്ള യോഗം കാണുന്നു. ഇൻ്റർവ്യൂ കഴിഞ്ഞവർക്ക് ജോലി കിട്ടുവാനുള്ള സാധ്യത കാണുന്നു. ടെക്സ്റ്റൈൽ, ഗൃഹോപകരണ മേഖലയിലൊക്കെ പുരോഗതി പ്രവർത്തിക്കാം. മാധ്യമ പ്രവർത്തനത്തിന് അംഗീകാരമൊക്കെ ലഭിക്കും. സ്ത്രീകൾക്ക് തൊഴിലിൽ കൂടുതൽ സാധ്യത തെളിഞ്ഞു വരുന്നു. വിദേശ യാത്രകൾക്കൊക്കെയുള്ള ശ്രമം വിജയിക്കുന്നതാണ്. വിശേഷപ്പെട്ട ദേവാലയങ്ങളിലൊക്കെ ദർശനം നടത്തുവാനുള്ള യോഗം കാണുന്നു. സൈനിക സേവനത്തിൽ നിന്ന് ആദരവൊക്കെ ലഭിക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. കലാരംഗത്ത് അംഗീകാരവും പ്രോത്സാഹനവും ലഭിക്കും. ഉന്നത പദവി ഏറ്റെടുക്കുവാൻ, കർമ്മരംഗത്ത് ഉന്നത പദവി ഏറ്റെടുക്കുവാനുള്ള അവസരം വന്നു ചേരും. വിവാഹം ഇതൊക്കെ വേർപെട്ടിരിക്കുന്നവർക്ക് പുനർവിവാഹത്തിനുള്ള അവസരവും വന്നു ചേരും. ദൂരയാത്രയ്ക്ക് സൗകര്യം കിട്ടാതെ അല്പം ബുദ്ധിമുട്ടേണ്ടതായി വരും. അപ്രതീക്ഷിതമായി ധനം വന്നു ചേരുന്ന ദിവസമാണ്. തുടങ്ങി വച്ച പ്രവൃത്തികളെല്ലാം വിജയകരമായി മുഴുമിപ്പിക്കുവാൻ സാധിക്കും. IT മേഖലയിൽ പുതിയ ജോലി നേടും. ഗൃഹനിർമ്മാണത്തിൽ ശ്രദ്ധ ചെലുത്തും. അവകാശ തർക്കത്തിൽ അനുകൂലമായ വിധി ഉണ്ടാകും. സാമ്പത്തിക നേട്ടമുള്ള സംരംഭങ്ങളിൽ പങ്കാളിയാകും. അങ്ങനെ ജീവിതം കുറച്ചുകൂടി അർത്ഥപൂർണമാകുന്ന ഒരു ദിവസമാണ്. എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിർത്തി കിട്ടുവാൻ, കഷ്ടനഷ്ടങ്ങൾ മാറിക്കിട്ടുവാൻ ഹരേ രാമ ഹരേ കൃഷ്ണൻ ജപിക്കുന്നതോടൊപ്പം തന്നെ മൂകാംബിക ദേവിയെ പ്രാർത്ഥിക്കുന്നതും ത്രിശതി പാരായണം ചെയ്യുന്നതും വളരെ ഉത്തമമായിരിക്കും. ത്രിപുരസുന്ദരി മന്ത്രാർച്ചന കൂടി ചെയ്യുമ്പോൾ എല്ലാം
ശുഭമായി വരുന്നതാണ്. 27 നക്ഷത്രക്കാർക്കും ഈ വൈശാഖ മാസം അവസാനിക്കുന്ന ഈ ദിവസം ഹരേ രാമ നന്നായി ജപിച്ചുകൊണ്ട് ഹരേ രാമ ഹരേ കൃഷ്ണ 108 പ്രാവശ്യമൊക്കെ ജപിച്ച് സമസ്ത ഐശ്വര്യങ്ങളും നിലനിർത്തുവാൻ പ്രാർത്ഥിക്കൂ. എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവത്തിൽ വന്നു ചേരുവാൻ മൂകാംബിക ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.